നെൻമച്ച് ചോസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർ എൻഡ് അഡ്ജസ്റ്റ്മെൻ്റ് എന്നാണ് അർത്ഥം. അത് ടാക്സ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ ഡിസംബറിൽ ഈ കൊല്ലം കഴിയാണല്ലോ, അപ്പോൾ ഞങ്ങളുടെ കമ്പനിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ TITPയിൽ ഉള്ളവർക്കും ഇനി വരാനായിട്ട് നിൽക്കുന്നവർക്കും ഉപകാരമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൻഡിങ് ഓർഗനൈസേഷൻ അല്ലേ നാട്ടിൽ നമ്മൾ കയറ്റിവിടുന്നത്, ഓതറൈസ്ഡുള്ള ലൈസൻസുള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ, ഇപ്പം ഞാൻ വന്ന സമയത്ത് എനിക്കൊരു ഡിപ്പെൻഡൻറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അവർ ഒരു ഫോർമാറ്റ് ഇഷ്യൂ ചെയ്തിട്ട് ഞാൻ എൻ്റെ നാട്ടിലെ ഒരു നോട്ടറി വക്കീലിനെ കൊണ്ട് നോട്ടറൈസ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ റിസീവിങ് ഓർഗനൈസേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിലേക്ക് നിങ്ങൾ അയക്കുന്ന പൈസ അതൊരു പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയക്കാൻ പാടില്ല. നിങ്ങളുടെ ആ ഡിപ്പെൻഡൻറ്റ് സർട്ടിഫിക്കറ്റിലുള്ള ആരെങ്കിലും ഒരു പേരിൽ പേരൻസിൻ്റെ ആരെങ്കിലും അക്കൗണ്ടിലേക്കാണ് ഇടേണ്ടത്. അത്രയും അയച്ച പൈസയ്ക്ക് നിങ്ങൾക്ക് ടാക്സ് റീഇംബേഴ്സ്മെൻറ്റ് കിട്ടും. പിന്നെ അതില്ലാണ്ട് 2ാം വർഷം സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ്, TITP 3 വർഷമാണല്ലോ, 2ാം വർഷം തൊട്ട് നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ട അങ്ങനെ എന്തോ ഉണ്ട് കേട്ടോ, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ വരുന്നവരുള്ളവർ ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത് ഈ സാധനം കൊണ്ടുവരിക, ഡിപ്പെൻഡൻറ്റ് സർട്ടിഫിക്കറ്റ് നോട്ടറൈസ് ചെയ്ത് കൊണ്ടുവരിക. അത് ഇവിടുത്തെ റിസീവിങ് ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സൂപ്പർവൈസിങ് ഓർഗനൈസേഷൻ കുമിയായി എന്ന് പറയും, അവരെ ഏൽപ്പിക്കുക. പിന്നെ ഉള്ളത് പൈസ അയക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇടാണ്ട് നിങ്ങളുടെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളവരുടെ അക്കൗണ്ടിലേക്ക് ഇടുക. അപ്പം നിങ്ങൾക്ക് ഈ കിട്ടുന്ന ഈ പറഞ്ഞ ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അവൈൽ ചെയ്യാനായിട്ട് പറ്റും.